നിലാവിന്റെ തോഴൻ. രചന ജിഫ്ന നിസാർ. അവതരണം ഷാഹുൽ മലയിൽ. എഡിറ്റിംഗ് ഫൈസൽ സി എം നൂഞ്ഞേരി. ഓരോ മരത്തിന് കീഴിൽ നിൽക്കുമ്പോഴും ക്രിസ്റ്റിയുടെ കണ്ണുകൾ ഇടംവലം തുടിച്ചത് അവളെ തിരഞ്ഞിട്ടായിരുന്നു. എങ്ങോ എപ്പോഴോ കണ്ടു മറന്നതുപോലെ പിടക്കുന്ന ആ കണ്ണുകൾ അവനെ കുരുക്കി കളഞ്ഞിരുന്നു. വളരെ കാലം മുന്നേ എനിക്കിവൾ അറിയാമെന്ന് ഹൃദയം അവനെ വെല്ലുവിളിച്ചു. പക്ഷേ ഒന്നിനും വ്യക്തമായൊരു ചിത്രം കിട്ടുന്നില്ല. അന്നത്തെ അവസാനത്തെ മരത്തിൻ്റെയും വെട്ടുകഴിഞ്ഞ് അവനൊന്ന് ശ്വാസമെടുത്തു. ഇനി ഒരു അരമണിക്കൂർ ഫ്രീ ആണ്. അപ്പോഴേക്കും മരത്തിൽ തറച്ചു വെച്ച ചിരട്ടയിലേക്ക് റബ്ബർ പാൽ ഒഴുകിയെത്തും. പിന്നെ അത് ബക്കറ്റിലേക്ക് വടിച്ചെടുത്ത് കൊണ്ടുപോയി ഷീറ്റാക്കാൻ കൂട്ടിവെക്കണം. വെളിച്ചം നന്നായി പരന്നു കഴിഞ്ഞിരിക്കുന്നതുകൊണ്ട് അവൻ ഹെഡ് ടോർച്ച് ഊരി മാറ്റി. റബ്ബർ തോട്ടത്തിൻ്റെ ഇടത് സൈഡിൽ ഒരു തോടൊഴുകുന്നുണ്ട്. ആ അരമണിക്കൂർ അവൻ അവിടെയാണ് പോയിരിക്കാറുള്ളത്. അത്രമേൽ പ്രിയപ്പെട്ടിടം. കുന്നേൽ ബംഗ്ലാവിനോളം തന്നെ പഴക്കമുണ്ട് ആ തോടിനും. അധികം വെള്ളമൊന്നുമില്ല, എങ്കിലും ഉള്ളത് നല്ലപോലെ ഒഴുകിപ്പോകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നല്ല വൃത്തിയാണ്. രണ്ട് സൈഡിൽ നിറയെ കൈതോലകളാണ്. ഇടയിലുള്ള വലിയ മരങ്ങളുടെ തടിച്ച വേരുകളിൽ ചാരി വെള്ളത്തിലേക്ക് കാല് നീട്ടിയിരിക്കാം. നല്ല തണുപ്പുള്ള വെള്ളത്തിലേക്ക് കാല് നീട്ടി വെക്കുമ്പോൾ പരലുകൾ കാലിൽ വന്ന് ഇക്കിളി കൂട്ടുന്ന ക്രിസ്റ്റിക്ക് ഒരുപാട് ഇഷ്ടമുള്ള പരിപാടിയാണ്. തോളിൽ കിടന്ന തോർത്ത് മരത്തിൽ കൊളുത്തി വെച്ച ശേഷം അവൻ പതിവ് പോലെ കാല് മാത്രം വെള്ളത്തിലേക്ക് ഇറക്കി വെച്ചിരുന്നു. അതുവരെയും ചൂഴ്ന്നു നിന്നിരുന്ന ക്ഷീണമെല്ലാം ആ തഴുകലിൽ അലിഞ്ഞില്ലാതെയായി പോയിരുന്നു. തടിച്ചൊരു വേരിലേക്ക് ചാരിയിരുന്നു കൊണ്ട് അവൻ പോക്കറ്റിൽ കിടന്ന ഫോൺ എടുത്തു. വാട്സാപ്പിൽ വന്ന് കിടക്കുന്ന മെസ്സേജുകളെല്ലാം ഒന്ന് ഓടിച്ചു നോക്കി. ആവശ്യമുള്ളതിനെല്ലാം റിപ്ലൈ കൊടുത്തു. ഫ്രീ ആകുമ്പോൾ ഒന്ന് വിളിക്കണേ ഈശാ. മീര എന്നെഴുതിയ നമ്പറിൽ നിന്നുള്ള മെസ്സേജാണ്. ക്രിസ്റ്റിയുടെ ചുണ്ടിലൊരു ചിരി മിന്നിമാഞ്ഞു. തൊട്ടടുത്ത നിമിഷം തന്നെ അവൻ ആ നമ്പറിൽ കോൾ ചെയ്തു. ഈശാ. ഒന്നോ രണ്ടോ ബെല്ലിന് ശേഷമുള്ള ആ വിളിയിൽ ക്രിസ്റ്റിയുടെ കാതിൽ ബാല്യത്തിൻ്റെ അവശേഷിപ്പെന്ന പോലെ ആ വിളി മുഴങ്ങി. ഒരിക്കൽ കൂടി ആ വിളി കേൾക്കാനുള്ള കൊതിയോടെ ക്രിസ്റ്റി മനഃപൂർവ്വം വിളി കേട്ടില്ല. ബാല്യത്തിലെവിടെയോ കേട്ടു മറന്നൊരു കൊഞ്ചിച്ചിരിയുടെ അലകളെ തലോടിക്കൊണ്ട് അവൻ്റെ ഓർമ്മകൾ കടന്നുപോയി. ചുണ്ടിലപ്പോൾ തെളിഞ്ഞ ചിരിക്ക് വാത്സല്യത്തിൻ്റെ ചേലായിരുന്നു. വലതുവശത്തു മാറി ഒറ്റപ്പെട്ട് കിടക്കുന്ന മുറിയുടെ വാതിൽ തള്ളി തുറക്കുമ്പോൾ പോലും പാത്തുവിൻ്റെ കൈ വിറച്ചു. അകത്ത് കാത്തിരിക്കുന്നത് എന്താണെന്നറിയില്ല. എന്തു തന്നെയായാലും അതൊന്നും ഇവിടെയുള്ള ആരോടും പറയാനും കഴിയില്ല. അറക്കൽ തറവാട്ടിലെ രാജകുമാരിയെ കൊണ്ടു നടന്നോളാം എന്ന് പറഞ്ഞ് കൂട്ടിക്കൊണ്ടുവന്നിട്ടൊടുവിൽ പാതിരാത്രി സ്വന്തം മാനെ രക്ഷിക്കാൻ ഇറങ്ങി ഓടിയതോർക്കെ അവളുടെ ഉള്ളം തേങ്ങി. കരയാനിനി വയ്യെന്നതുപോലെ അവളുടെ കണ്ണീർ പറ്റിയ കണ്ണുകൾ നീറിക്കൊണ്ട് പ്രതിഷേധിച്ചു. മാമന്റെ വീട്ടിലായിരുന്നപ്പോൾ ഇങ്ങനെ ദുരവസ്ഥ നേരിടേണ്ടി വന്നിട്ടില്ല. മാമന് 3 മക്കളുണ്ടെങ്കിലും അവരിൽ ഏറ്റവും ചെറിയവനാണ് മകനായിട്ടുള്ളത്. ആ വീട്ടിൽ നടക്കുന്ന എന്തെങ്കിലും ഫംഗ്ഷൻ ഉണ്ടാകുമ്പോൾ മാത്രം പേടിച്ചാൽ മതിയായിരുന്നു. തന്നിലേക്ക് നീളുന്ന കഴുകൻ കണ്ണുകളെയും കൈകളെയും 1-2 പ്രാവശ്യം അനുഭവമുള്ളതുകൊണ്ട് തന്നെ അത്തരം അവസ്ഥകളിൽ നിന്നും പരമാവധി വിട്ടുനിന്നിരുന്നു. ആരും ശ്രദ്ധിക്കാതെ, ആരെയും ശ്രദ്ധിക്കാതെ. ഇവിടെ എത്തിയപ്പോൾ മുതൽ ആരെ വിശ്വസിക്കണം, ആരെ സംശയിക്കണമെന്നറിയാതെ വലഞ്ഞുപോയിരുന്നു. കൂട്ടിക്കൊണ്ടുവന്നവർക്ക് പോലും ഇരട്ട മുഖമാണ്. തന്നെ കൊണ്ടുവന്നവർക്ക് എന്തോ നേടിയെടുക്കാനുണ്ടെന്ന് ഇവിടെ എത്തിയതിനു ശേഷമാണ് മനസ്സിലായത്. ഏറെ പ്രതീക്ഷയൊന്നുമില്ലാതെയാണ് കൂടെ പോകുന്നതെങ്കിലും കാത്തിരിക്കുന്ന അഗ്നിപരീക്ഷണങ്ങളെക്കുറിച്ച് അറിഞ്ഞിരുന്നില്ല. എരിതിയിൽ നിന്നും വറച്ചട്ടിയിലേക്ക് എന്ന പോലെയായി തൻ്റെ കാര്യങ്ങൾ. മാമന്റെ വീട്ടിലൊരു വേലക്കാരിയുടെ റോളെങ്കിലും ഉണ്ടായിരുന്നു ജീവിച്ചു തീർക്കാൻ. ഇവിടെ പക്ഷേ അകത്തേക്ക് കയറുമ്പോഴും ഹൃദയം അതിദ്രുതം മിടിക്കുന്നുണ്ട്. മിണ്ടാതെ അടങ്ങി നിന്നാ നിനക്ക് കൊള്ളാം. ഈ അമീൻ മോഹിച്ചൊന്നും നടക്കാതെ പോയിട്ടില്ല ഇതുവരെയും. കൺമുമ്പിൽ കാമം കൊണ്ട് തലതിരിഞ്ഞൊരുവൻ വന്നു നിന്ന് പറയുമ്പോൾ അവൻ പറഞ്ഞുകൊണ്ട് മാത്രം അവൻ്റെ പേര് അമീനാണെന്നറിയാം. അവനും താനും ഈ തറവാട്ടിൽ ആരെന്ന് പോലും അറിയില്ല. അതിനു മുന്നേ ഒരുത്തൻ കൈനീട്ടിയതിനെ ചോദ്യം ചെയ്തപ്പോഴായിരുന്നു ആദ്യമായി അറക്കൽ തറവാട്ടിലെ നെറികെട്ട മുഖത്തിനു മുമ്പിൽ പകച്ച് നിന്നത്. തനിക്ക് അവിടെ നൽകുന്ന സ്ഥാനം ശരിക്കും മനസ്സിലായി. ആണെന്നോ പെണ്ണെന്നോ വ്യത്യാസമില്ല. എല്ലാത്തിനും ചെന്നായുടെ മനസ്സും വാക്കുകളും. ജീവിതം പഴയതിനേക്കാളും വഴിമുട്ടിപ്പോകുമെന്ന് ഒറ്റ ദിവസം കൊണ്ട് മനസ്സിലായപ്പോൾ തോന്നിയ ശൂന്യത. വാതിൽ തുറന്ന് അകത്തേക്ക് കയറിക്കൊണ്ടവൾ മുറിയിൽ വലിച്ചു വാരിയിട്ടതെല്ലാം പെറുക്കിക്കൂട്ടി കിടക്കയിലേക്ക് ഇട്ടു. ചുറ്റും കണ്ണോടിച്ചുകൊണ്ട് നെടുവീർപ്പോടെ കിടക്കയുടെ ഒരു സൈഡിലിരുന്നു. എന്ത് ചെയ്യണമെന്നോ എങ്ങനെ മുന്നോട്ട് തുടരണമെന്നോ യാതൊരു രൂപവുമില്ല. അനുഭവിക്കുന്ന ദുരിതക്കടലുകളെ ആർക്കു മുന്നിൽ വരച്ച് ചേർക്കണമെന്നും അറിയില്ല. കോളേജ് പഠനം എന്നതെല്ലാം കുറെ കൂടി അകലേക്ക് മാഞ്ഞു തുടങ്ങിയിരുന്നു. പ്രതീക്ഷയുടെ നേർത്തൊരു തിരിവട്ടം പോലും അടുത്തെങ്ങും കാണാനില്ല. ഷാഹിദ് വരുന്നുണ്ട് അടുത്ത മാസം. നിന്റെ ഉപ്പാന്റെ പേരുള്ള സ്വത്തുക്കൾ തന്നെയാണ് മോളെ നിന്റെ തലക്ക് മുകളിൽ കെട്ടിത്തൂക്കിയ വാള്. പാത്തുവിന്റെ കാതിൽ സഫിയാത്തയുടെ വാക്കുകൾ വീണ്ടും വീണ്ടും കേട്ടുകൊണ്ടേയിരുന്നു. ആരാണ് ഈ ഷാഹിദ്? എന്താണ് തൻ്റെയും അവൻ്റെയും വരവുകൾക്ക് പിന്നിലെ ഒത്തുചേരുന്ന കഥ? ഇവരെ പോലെ തന്നെയാവുമോ ഇനി ഈ പറയപ്പെടുന്ന ഷാഹിദ്? ചോദ്യങ്ങൾ അവളെ ശ്വാസം മുട്ടിച്ചു. എന്തായാലും നല്ലതൊന്നും പ്രതീക്ഷിക്കുന്നില്ല. വരുന്നത് എന്തായാലും നേരിട്ടേ മതിയാവൂ.
അതിനുള്ള കരുത്തും ധൈര്യവും പടച്ചോ നൽകാതിരിക്കില്ല. അല്ലെങ്കിൽ പിന്നെ ഇരുട്ടിനെ ഇപ്പോഴും പേടിയുള്ള താനാണ് പാതിരാത്രി ഒരു മെഴുകുതിരിവട്ടം പോലുമില്ലാതെ ഒറ്റയ്ക്ക് അത്രയും ദൂരം ഓടിയത്. പിന്നിൽ കുതിച്ചു വരുന്ന അമീനെ ഇരുട്ടിനേക്കാളും ഭയപ്പെട്ടിരുന്നു. ഇത്തിരി വെട്ടം കണ്ടിടത്തേക്ക് ഓടിക്കയറി പതുങ്ങിയിരിക്കുമ്പോൾ അമീൻ്റെ പൈശാചികത നിറഞ്ഞ മുഖമല്ലാതെ മറ്റൊന്നും ഭയപ്പെടുത്തിയില്ല. ആരുടെ വീടാണെന്നോ എവിടെയാണെന്നോ ഒന്നും അറിയാതെ കൂനിക്കൂടിയിരുന്നു. അപ്പോഴും തൻ്റെ വിധിയോർത്തുരുകുന്ന ഹൃദയത്തിൻ്റെ പരിഭവം കവിളിലൂടെ പടർന്നു. ഇരിപ്പിൽ കാലും മരവിച്ചപ്പോഴായിരുന്നു അവിടെ കണ്ടൊരു കാർഡ്ബോർഡ് ഷീറ്റ് മടക്കി അതിലേക്ക് കിടന്നത്. ഉറങ്ങിപ്പോയതാണെന്ന് പോലും അറിയാതെ നേർത്ത ഇരുട്ടിൽ അത്ഭുതത്തോടെ തന്നെ നോക്കുന്ന ആ മിഴികളെ അവൾ ഒന്നുകൂടെ ഓർത്തു നോക്കി. കൺമുമ്പിൽ പെട്ടെന്നൊരാളെ കണ്ടതിൻ്റെ ഷോക്കിലായിരുന്നു തന്നെ പോലെ അവനും. കൂടുതൽ ചോദ്യങ്ങൾ വരുന്നതിന് മുന്നേ ഇറങ്ങിയോടി പോരുകയായിരുന്നു. അവൻ ആ റബ്ബർ തോട്ടത്തിലെ തൊഴിലാളിയായിരിക്കാനാണ് സാധ്യത. ക്രിസ്റ്റിയെ ഓർത്തുകൊണ്ടവൾ ഒരു നിഗമനത്തിലെത്തി. തലേന്നത്തെ ഭയം ഉറക്ക ക്ഷീണം കൊണ്ടവൾ ആകെയൊരു മന്ദതയിലായിരുന്നു. ഒന്ന് കുളിച്ചാൽ ശരിയാവുമായിരിക്കും. പാത്ത് തോളിൽ കിടന്ന ഷാൾ കിടക്കയിലേക്ക് ഇട്ടുകൊണ്ട് വാതിലടക്കാൻ ചെന്നു. ഭദ്രമായി അടക്കാൻ കൂടി കഴിയാത്ത വിധം അതിൻ്റെ ലോക്ക് അഴിഞ്ഞു പോന്നിരുന്നു. അല്ല, പുറത്തുനിന്നും തള്ളി തുറക്കാനുള്ള എളുപ്പത്തിനാവും അതിൻ്റെ ലോക്ക് അഴിച്ച് മാറ്റിയിരുന്നു. തളർച്ചയോടെ അവൾ ആ വാതിൽ ചാരിന്ന് പോയി. ഇത്തിരി നേരത്തെ സംസാരത്തിനൊടുവിൽ ഫോൺ കട്ട് ചെയ്യുമ്പോഴും ക്രിസ്റ്റിയുടെ ചുണ്ടിൽ മനോഹരമായ ആ ചിരിയുണ്ട്. വീർപ്പിച്ചു പിടിച്ച മുഖത്തോടെ പിണങ്ങിയിരിക്കുന്നവരുടെ രൂപം അവനിൽ വാത്സല്യമുണർത്തി. ഇന്നിപ്പോൾ അവിടെയൊന്ന് പോവേണ്ടത് അത്യാവശ്യമായതുപോലെയായി. കോളേജിലേക്ക് പോകും മുന്നേ അങ്ങോട്ടൊന്ന് പോയി മുഖം കാണിച്ചില്ലെങ്കിൽ ആ പിണക്കത്തിൻ്റെ ആഴം വീണ്ടും കൂടും. പിന്നെ അതൊന്ന് ശരിയാക്കി എടുക്കുക എന്നത് വലിയ റിസ്ക്കാണ്. ഫോണിലേക്ക് വീണ്ടും മൂളിയിടുമ്പോഴും അവൻ്റെ മനസ്സിൽ ആ ഓർമ്മകൾ തന്നെയായിരുന്നു. അവനോടൊന്ന് പറഞ്ഞാലെന്താ? നിന്റെ വായിൽ മുത്ത് കൊഴിഞ്ഞു പോവോ? അവന് നിന്റെ ചേട്ടൻ തന്നെയാടി. എൻ്റെ ഈ വയറ്റിൽ തന്നെയാ അവന് കുരുത്ത്. അത് മറന്നുപോലെതില്ല നീ. സങ്കടം കൊണ്ട് ഡെയ്സി കരച്ചിൽ വന്നിരുന്നു. പക്ഷേ ഇതൊക്കെ കേട്ടിട്ടും മുന്നിലിരുന്ന് ചായ കുടിക്കുന്നവൾക്ക് വലിയ മാറ്റമൊന്നുമില്ല. ക്രിസ്റ്റിയുടെ കാര്യം എപ്പോൾ പറഞ്ഞാലും അവളുടെ മുഖത്ത് കാണുന്ന സ്ഥായിയായ പുച്ഛം തന്നെ ഇപ്രാവശ്യവും. ഞാൻ പറയുന്നൊന്ന് കേൾക്ക് ദിലു, നീ ഒന്ന് വിളിച്ച അവന് ഒരുപാട് സന്തോഷമാവും. ഡെയ്സി വീണ്ടും കെഞ്ചെന്ന പോലെ മകൾ നോക്കി. ദേ മമ്മ, ഞാൻ ഒരുപാട് പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് അമ്മയോട് എനിക്ക് അങ്ങനെ ഒരു ചേട്ടനെ ആവശ്യമില്ലെന്ന്. എനിക്ക് സ്വന്തമായിട്ടുള്ളൊരു ചേട്ടനുണ്ട്. തൽക്കാലം ഞാൻ വെച്ച് ഹാപ്പി ആയിക്കൊള്ളാം. ദിലിനെ ഡെയ്സിക്ക് നേരെ ചീറി. മകളുടെ സ്വഭാവം അറിയാവുന്ന ഡെയ്സി പിന്നൊന്നും മിണ്ടാതെ നിന്നുപോയി. മക്കളെ വേണ്ടതിനും വേണ്ടാത്തിനും വർക്കി നന്നായി സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അവർക്ക് എല്ലാത്തിനും പപ്പ മതി. നല്ലത് ചൊല്ലിക്കൊടുക്കാൻ ശ്രമിക്കുന്ന മമ്മ എപ്പോഴും പ്രതിപട്ടികയിലാണ്. ഡെയ്സി അവരെന്ത് പറഞ്ഞാലും വർക്കി അവരെയൊന്നും പറയില്ലെന്നും മമ്മയ്ക്ക് അവരുടെ മനസ്സിലൊരു വേലക്കാരിയുടെ വില പോലും ഇല്ലാതാക്കിയിരുന്നു. ചുരുക്കത്തിൽ ക്രിസ്റ്റിയെ പോലെ തന്നെ ഡെയ്സി ആ വീട്ടിലൊരു അധികപ്പറ്റാണ്. അല്ലേലും എൻ്റെ മോത നോക്കി എന്തിനും പറയാൻ തോന്നും. ഒരു ഒടുക്കത്തെ ചാട, വലിയ കൊമ്പത്തെ രാജകുമാരാണെന്നാ അവൻ്റെ വിചാരം. ദിലിനെ പറയുന്ന കേട്ടാണ് ഋഷിൻ അങ്ങോട്ട് കടന്നു വന്നത്. ജോഗിങ് കഴിഞ്ഞുള്ള വരവാണെന്ന് ഒറ്റ നോട്ടത്തിൽ തന്നെ അറിയാം. നന്നേ വെളുത്തിട്ടാണ് അവൻ. കഴുത്തിൽ തടിച്ചൊരു മാലയും കയ്യിൽ അതിനേക്കാൾ തടിയുള്ളൊരു ചെയിനും, കൈയില്ലാത്തൊരു ബനിയനും മുട്ടോളം ഇറക്കമുള്ളൊരു ഷോർട്സും. നീണ്ട മുടിയിഴകളെ രണ്ടായി പകുത്ത് തോളിലേക്ക് താഴ്ത്തി വെട്ടി ഒതുക്കിയിരിക്കുന്നു. ക്ലീൻ ഷേവ് ചെയ്ത മുഖം, മൊത്തത്തിലൊരു ചെത്ത് പയ്യൻ സ്റ്റൈൽ. എന്നാ ഇവിടെ? അവൻ ഡെയ്സിയുടെ നേരെ കൂർപ്പിച്ച് നോയിക്കൊണ്ട് ടേബിൾ ചേർത്തിരിക്കുന്ന കസേര വലിച്ച് നീക്കി അതിലേക്കിരുന്നു. ചോദ്യം കേട്ടില്ലെന്ന് അടിച്ചുകൊണ്ട് ഡെയ്സി അവന് മുന്നിലേക്ക് പാത്രം നീക്കി വെച്ച് ദോശ എടുത്തു കൊടുത്തു. എന്താ മമ്മ? കടുത്തുപോയ ഡെയ്സിയുടെ മുഖത്തേക്ക് നോക്കി ഋഷി വീണ്ടും ചോദിച്ചു. ഓ, അതൊന്നുമില്ല, നീ കഴിക്ക്. പറയാനൊട്ടും താല്പര്യമില്ലെന്ന പോലെ ഡെയ്സി പറഞ്ഞു. ഒന്നുണ്ട്, അങ്ങനെയെങ്കിൽ ഇല്ലെന്ന് പറഞ്ഞാലോ? ദിലു വിടാനുള്ള ഭാവമില്ലാത്ത പോലെ ഡെയ്സിയെ കലിപ്പിച്ച് നോക്കി. ഇന്ന് നടക്കുന്ന ഫംഗ്ഷൻ അറ്റൻഡ് ചെയ്യാനേ ഞാൻ ആ വൃത്തിയിട്ട് എൻ്റെ കാല് പിടിക്കാൻ മമ്മയുടെ ഓർഡറാ. ദിലിനെ പരിഹാസച്ചിരിയോടെ ഡെയ്സിയെ നോക്കി. അങ്ങനെയാണോ ദിലു ഞാൻ പറഞ്ഞ്? അവനോടൊന്ന് പറയാനല്ലേ? അവൻ ഈ വീട്ടിലുള്ളവനല്ലേ? ഡെയ്സി ദിലിനെ നോക്കി. സങ്കടവും നിസ്സഹായാവസ്ഥ അപ്പോഴവരിൽ ഒരുപോലെ പ്രകടമായിരുന്നു. ഒരിക്കലും നടക്കില്ലെന്നറിഞ്ഞിട്ടും വീണ്ടും വീണ്ടും ഇവരോട് അഭ്യർത്ഥിക്കുന്നത് ക്രിസ്റ്റിയുടെ കണ്ണിൽ ഒറ്റപ്പെടലിനെ ഭയന്നിട്ടായിരുന്നു. നേരിട്ടൊരക്ഷരം പറയില്ലെങ്കിൽ കൂടിയും വേദനിപ്പിക്കുന്ന ഒരു നോട്ടം പോലും അവരിൽ നിന്നും തന്നിലേക്ക് ഇതുവരെയും നീണ്ടിട്ടില്ല. ഇവരെല്ലാം കൂടി എത്രയൊക്കെ അവഗണിച്ചാലും അതിൻ്റെ ദേഷ്യം അവനൊരിക്കലും തന്നോട് കാണിച്ചിട്ടുമില്ല. അവനോടായി എന്താവശ്യപ്പെട്ടാലും ഏത് വിധേനയെ നടത്തിത്തരാൻ അവനെ കൊണ്ടാവും പോലെ ശ്രമിക്കും. ഡെയ്സിക്ക് നെഞ്ചു വിങ്ങി. അതിപ്പോൾ രണ്ടും ഒരുപോലല്ലയോ? ദിലിനെ വീണ്ടും പരിഹസിച്ചു. ഇവിടെ വരുന്നവരും വരാൻ വേണ്ടി ഞങ്ങൾ ക്ഷണിച്ചവർ നല്ല സ്റ്റാൻഡേർഡ് ഉള്ളവരാ. അവർക്കിടയിൽ അവനെ പോലെ ഒരു തോട്ടം തൊഴിലാളി, അത് നടക്കില്ല അമ്മ. ദോഷകഷ്ടങ്ങൾ വായിലേക്ക് വെച്ചുകൊണ്ട് ഋഷി പറയുന്നത് കേട്ടപ്പോൾ ഡെയ്സി പൂച്ചത്തോടെ അവനെ നോക്കി. ഇപ്പോഴീ പറഞ്ഞളി ആ തോട്ടം തൊഴിലാളി ഒറ്റയ്ക്ക് അനുഭവിക്കേണ്ട സ്വത്തുക്കളാണ് മക്കളെ നിങ്ങളിങ്ങനെ അഹങ്കാരത്തോടെ കൂട്ടിപ്പിടിച്ച് നടക്കുന്നത്. അവരോടത് പറഞ്ഞില്ലെങ്കിൽ കൂടിയും ഡെയ്സിയുടെ ഉള്ളമത് ഉറക്കെ പറയുന്നുണ്ടായിരുന്നു.
വിളിക്കാൻ പറ്റിയ ഒരാള്, വെട്ടുപോത്തിന്റെ സ്വഭാവം കാട്ടുപോത്തിന്റെ രൂപവും. അവനെയാണോ ഞാൻ എന്റെ ബ്രോ ആണെന്ന് പറഞ്ഞ അത്രയും ആളുകളുടെ ഇൻട്രൊഡ്യൂസ് ചെയ്യേണ്ടത്? നടക്കില്ല മാമ, എനിക്കത് ഓർക്കാൻ കൂടി വയ്യ. ദിൽന വീണ്ടും അസഹിഷ്ണുതയോടെ മുഖം ചൊളിച്ചു. പപ്പ പറയും പോലെ മമ്മയ്ക്ക് ഇപ്പോഴും കൂടുതൽ പ്രിയ അവനോടാ. ഞങ്ങൾ അവന് മുമ്പിൽ കെഞ്ചാവിടുന്ന അതുകൊണ്ടല്ലേ? ഋഷിയുടെ ചോദ്യം നെഞ്ചിൽ പൊള്ളിക്കുന്നൊരു ഉത്തരമുണ്ടായിട്ട് കൂടിയും ഡെയ്സി അവനോടൊന്നും പറഞ്ഞില്ല. അവൻ ആ ഫംഗ്ഷൻ അറ്റൻഡ് ചെയ്യാതിരിക്കുന്നതാ ഞങ്ങളുടെ ആവശ്യം. അപ്പോഴാ അങ്ങോട്ട് പോയി ക്ഷണിക്കുന്നേ. ദിൽനെ ചുണ്ടുകൂട്ടിക്കൊണ്ട് പറഞ്ഞു. അതുകൊണ്ട് മമ്മ ഇനി മാതിരി സെന്റ് കൊണ്ട് വരരുത്, നടക്കില്ല. അവനെ ഒരിക്കലും ഞങ്ങൾക്ക് ആക്സെപ്റ്റ് ചെയ്യാൻ കഴിയില്ല. ഋഷി ഗൗരവത്തിൽ പറഞ്ഞു. വേണ്ട, നിങ്ങൾ പപ്പയും മക്കളും വിളിച്ചില്ലെങ്കിലും ഞാൻ വിളിച്ചിട്ടുണ്ട് എൻ്റെ മോനെ. ഞാൻ ആവശ്യപ്പെട്ട എൻ്റെ കുഞ്ഞതൊരിക്കലും തട്ടിക്കളയത്തില്ല, എനിക്ക് ഉറപ്പുണ്ട്. ഡെയ്സി അവരിൽ നിന്ന് തിരിഞ്ഞതും അടുക്കള വാതിൽ കൂടി ക്രിസ്റ്റി കടന്നു വന്ന ഒരുമിച്ചാണ്. നേരിട്ട് തന്നെ നോക്കുന്നില്ല എങ്കിൽ കൂടിയും അവനെല്ലാം കേട്ടിരിക്കാമെന്നത് ആ മിഴികളിൽ നിന്നും ഡെയ്സി കണ്ടുപിടിച്ചിരുന്നു. ലോകത്തിലെ ഏറ്റവും സങ്കടകരമായ അവസ്ഥ എന്താണെന്നറിയോ? സ്വന്തം വീട്ടിൽ ആരുമില്ലെന്നുള്ള ഭാവത്തിലെ സ്വന്തക്കാരുടെ അവഗണനയാണത്. കേൾക്കാൻ വലിയ പ്രയാസമൊന്നുമില്ലെങ്കിൽ കൂടിയും അതിൻ്റെ വേദന നല്ല തീവ്രതയേറിയതാണ്. സ്വന്തം മുറിയിൽ പോലും പേടിച്ചരണ്ട് നിൽക്കേണ്ടെന്ന ഗതികേട് ഓർത്തുകൊണ്ടാണ് പാത്തു കണ്ണു നിറച്ചത് മുഴുവനും. എത്ര കാലം ഇനിയും ഈ ജയിലിലെന്ന പോലെ കഴിയേണ്ടി വരുമോ ആവോ. മാമന്റെ വീട്ടിൽ നിന്നും തൻ്റെതായ എല്ലാ അമ്മായി ഒരു കവറിലാക്കി തന്ന ഭാഗ്യമായി. അത്യാവശ്യം ഇട്ടുമാറാനുള്ള തുണിയുണ്ട്. തിരിച്ചങ്ങോട്ട് യാതൊരു കാരണവശാലും കയറി ചെല്ലരുതെന്ന് കരുതിയാവാം തൻ്റേതെന്ന് അവകാശപ്പെടാവുന്ന ഒരു കടലാസ് കഷ്ണം പോലും അവിടെ അവശേഷിപ്പിക്കാതെ തേടിപ്പിടിച്ച് തന്നത്. ഇവിടുത്തെ രാജകീയ ജീവിതത്തിന് പിന്നിക്കേറിയ ഡ്രസ്സുകൾ ചേരില്ലെന്ന് കരുതിയിരുന്നു. പണത്തിനും പ്രതാപത്തിനും അനുസരിച്ചുള്ളത് ഇവിടെ കരുതിയിട്ടുണ്ടാവുമെന്ന് കരുതിയതും വെറുതെയായി. വന്നു കയറി അന്നും പിറ്റേന്നും കരുതി തന്നെ കൂട്ടിപ്പോയിട്ട് വാങ്ങിക്കാൻ കാത്തിരുന്നതാവുമെന്ന്. പക്ഷേ അതുണ്ടായില്ല. സ്നേഹത്തേക്കാൾ വളരെ പെട്ടെന്ന് സ്നേഹക്കുറവിനെ തിരിച്ചറിയാൻ കഴിയുമെന്ന് പറയുന്നത് എത്ര നേരാണ്. 2 ദിവസം കൊണ്ട് ഇനി അങ്ങോട്ടും ജീവിതത്തിൽ പച്ചകത്തി കാണില്ലെന്ന് മനസ്സിലായി. തന്നെ കൊണ്ട് ഇവർക്കെന്തോ നേടിയെടുക്കാനുണ്ട്. അതിനുള്ളൊരു വഴി മാത്രമായിരുന്നു ഈ ഏറ്റെടുക്കലും. ചിന്തിച്ചിരുന്നതിനിടയിൽ തന്നെ വയറ്റിൽ നിന്ന് വിശപ്പിന്റെ ചൂളം വിളികൾ എത്തിത്തുടങ്ങിയിരുന്നു. പഴയ തറവാടായതുകൊണ്ട് തന്നെ മുറിയിൽ ബാത്റൂമുകളൊന്നുമില്ല. ഒന്ന് കുളിക്കണമെങ്കിൽ താഴെ ഇറങ്ങേണ്ടി വരും. ഇങ്ങനെ ഇരുന്നുകൊണ്ടായില്ലല്ലോ. മാറിയെടുക്കാനുള്ള ഡ്രസ്സ് കയ്യിലൊതുക്കി പിടിച്ച് അവൾ പുറത്തേക്കിറങ്ങി വാതിൽ ചാരി. ചുറ്റും ഓടിച്ചു നോക്കിയ മിഴികൾ പിടച്ചിലായിരുന്നു. ഓടി ഒളിക്കാൻ വെമ്പുന്ന നിസ്സഹായതയായിരുന്നു. കയറി വന്നപ്പോൾ തന്നെ മുഖം കുനിച്ചുകൊണ്ടാണ് ധൃതിയിൽ പടിക്കെട്ടുകൾ ഇറങ്ങിയത്. ഹാളിലിരിക്കുന്നവർ അവളെ ഒന്ന് നോക്കിയെങ്കിലും അവളെന്ന ജീവിക്ക് യാതൊരു പരിഗണനയുടെയും ആവശ്യമില്ലെന്ന് മനസ്സിലാക്കി തിരികെ മുഖം തിരിച്ചു. അടുക്കളയിലെത്തുമ്പോൾ ആകെ ബഹളമയമാണ്. രാവിലെ ബ്രേക്ക്ഫാസ്റ്റിനുള്ള പലവിധ തിരക്കുകൾ. ജോലിക്ക് പോകുന്നവരും സ്കൂളിൽ പോകുന്നവരും കോളേജിൽ പോകുന്നവരും അങ്ങനെ പല ജാതി തിരക്കുകളും വെപ്രാളങ്ങളും. സഫിയാത്തയും മഞ്ജു ചേച്ചിയും മരിച്ചു പണിയെടുത്തിട്ടും ശകാരങ്ങളാണ് ബാക്കി. തന്നെ അവിടെ ആവശ്യമില്ലെന്ന് മനസ്സിലാക്കി പാത്തു അവരെ നോയിക്കൊണ്ട് പതി അടുക്കള വാതിൽ കൂടി പുറത്തേക്കിറങ്ങി. പിൻവശത്തെ വിശാലമായ മുറ്റത്തിനതിരിടുന്ന് വലിയൊരു കുന്നാണ്. നിറയെ റബ്ബർ മരങ്ങൾ നിറഞ്ഞ തോട്ടം. റബ്ബറിന്റെ പൊഴിഞ്ഞു വീണ ഇലകൾ കൊണ്ട് മുറ്റം മുക്കാലും മൂടിയിരിക്കുന്നു. തലയൊന്ന് ചെരിച്ച് ആ മരങ്ങൾക്കിടയിലേക്ക് നോക്കിയപ്പോൾ അവൾക്ക് ക്രിസ്റ്റിയെ ഓർമ്മ വന്നു. തലയിലൊരു പ്രകാശവും നിറച്ചു. അത്ഭുതത്തോടെ നോക്കുന്ന അവനെ അവൾ ഒന്നുകൂടെ ഓർത്തു നോക്കി. ആ തോട്ടം തൊഴിലാളി തൽക്കാലം ഞങ്ങളോടൊപ്പം ചേർക്കാൻ ഉദ്ദേശിച്ചിട്ടില്ല. അതിന് വെച്ച വെള്ളം അമ്മയും കൊണ്ട് വാങ്ങി വെച്ചേക്ക്. തല തുവർത്തി ചുവരിൽ പതിപ്പിച്ച വലിയ അലമാരയുടെ കണ്ണാടിക്കുമ്പിൽ പോയി നിൽക്കുമ്പോൾ ക്രിസ്റ്റിയുടെ കാതിൽ വന്നു പതിഞ്ഞത് ദിൽനയുടെ വാക്കുകളാണ്. പുച്ഛം കൊണ്ട് കൂടിയ മുഖത്തോടെ അവൻ സ്വന്തം രൂപത്തിലേക്ക് നോക്കിയൊന്ന് ചിരിച്ചു. പറഞ്ഞത് താൻ കേട്ടുവെന്ന് മനസ്സിലായതുകൊണ്ട് എത്ര പെട്ടെന്നാണ് ദിൽനയുടെ വീറും വാശിയും കാറ്റഴിച്ചു വിട്ടതുപോലെ ചോർന്നു പോയത്. വിക്കി വിറച്ചുകൊണ്ട് ഋഷിയുടെ പിന്നിലേക്ക് നീങ്ങുന്നുണ്ട് ഒളിഞ്ഞു നോക്കിയത് കണ്ടപ്പോൾ ദേഷ്യത്തേക്കാൾ ആ +2കാരിയുടെ കുറുമ്പുകളോട് വാത്സല്യമാണ് തോന്നിയത്. എന്നിട്ടും കൂർപ്പിച്ച് നോക്കിപ്പോകുന്നത് ഋഷിക്ക് കൂടിയുള്ള ഉത്തരമായിട്ടാണ്. വർക്കിയുടെ സപ്പോർട്ട് കണ്ടമാനം കിട്ടുന്നതുകൊണ്ട് ഋഷിനത് മാക്സിമം മുതലെടുപ്പ് നടത്തുന്നുണ്ട്. 1-2 അനേകം ഉദാഹരണങ്ങൾ കൺമുമ്പിൽ തെളിവ് സഹിതം കിട്ടിയിട്ടും വിട്ടുകളഞ്ഞത് വർക്കിയോടുള്ള ദേഷ്യമാണ്. അവർക്ക് എങ്ങനെയായാലും ക്രിസ്റ്റിക്ക് അവർ കൂടപ്പിറപ്പുകൾ തന്നെയാണ്. എവിടെ വരെ പോകുമെന്ന് നോക്കട്ടെ. താനൊരു അതിർത്തി നിശ്ചയിച്ചു വെച്ചിട്ടുണ്ട്. അതിനപ്പുറത്തേക്ക് അവരുടെ യാത്ര നീളില്ല. ക്രിസ്റ്റി ജീവനോടെയുണ്ടെങ്കിൽ അതിന് സമ്മതിച്ചു കൊടുക്കുകയുമില്ല. വർക്കിയുടെ മനസ്സിൽ എങ്ങനെയെങ്കിലും ക്രിസ്റ്റി തോറ്റു കാണുക എന്നത് മാത്രമാണ്. സ്വന്തം മക്കളുടെ ജീവിതം പോലും ഓർമ്മയില്ലാത്തൊരു ക്രിസ്റ്റി പല്ലുകടിച്ചു. പിറന്നാൾ ആഘോഷങ്ങളുടെ അലയുലുകൾ തുടങ്ങിയിട്ടുണ്ട്. വർക്കിയും മക്കളും നന്നായി അപമാനിച്ചു വിടുമെന്ന് ഉറപ്പുണ്ട്. പക്ഷെ അതിനേക്കാൾ താൻ ഒറ്റപ്പെട്ടു പോരെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. വേദനിക്കാൻ വിധിക്കപ്പെട്ട ഒരു ജന്മമുണ്ട് ഇവിടെ. അവിടെയാണ്, ആ മുന്നിലാണ് ക്രിസ്റ്റി തോറ്റു പോകുന്നത്. തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം.